അതെ, നീറ്റ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് MBBSന്റെ അഡ്മിഷൻ വേണ്ടി നോക്കുന്ന സ്റ്റുഡൻസ് ആണോ അതോ നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ പേരന്റ് ആണോ എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. അതെ, നീറ്റ് എക്സാം എഴുതിയ കുട്ടികളെ സംബന്ധിച്ച് രണ്ട് കൗൺസിലിങ്ങുകളാണുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ എന്ന് പറയുന്ന MCCയുടെ അണ്ടറിൽ വരുന്ന കൗൺസിലിംഗ്. ആ കൗൺസിലിങ്ങിനകത്ത് വരുന്നത് മെയിൻ ഗവൺമെന്റ് കോളേജസ്, അതുപോലെ തന്നെ അതിനോടൊപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ കോളേജസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ഓൾ ഇന്ത്യ. ഈ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിഷന് വേണ്ടിയാണ് MCC എന്ന് പറഞ്ഞതിന്റെ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ കൗൺസിലിംഗിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നത്. സോ അതിന്റെ പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ റൗണ്ട്. രണ്ടാമതായിട്ട് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിലേക്കും ആ സ്റ്റേറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. സോ നിലവിൽ ഞാൻ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നത് കർണാടകയുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. കർണാടകയുടെ കൗൺസിലിംഗ്, അതായത് ഓപ്ഷൻ എൻട്രി ചെയ്യാനായിട്ട് ഇന്നലെ തൊട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. നാളെ വരെ ആയിരിക്കും ആ ഓപ്ഷൻസ് എൻട്രി ടൈം അവർ വെച്ചിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഒരുപാട് നിരവധി കുട്ടികൾക്ക് നല്ല മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതിപ്പോൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ തള്ളാണ്. നല്ല മാർക്കുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. കഴിഞ്ഞ കട്ട് ഓഫ് മാർക്കും കഴിഞ്ഞ വർഷത്തെ ഇതിനനുസരിച്ചുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കർണാടകയിലെ ഓപ്ഷൻ എൻട്രികളും കാര്യങ്ങൾക്കും ഒരു ആശങ്കയും വിടണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. എഡ്യൂജേർണി വിത്ത് ജേണക്സിന്റെ നമ്മുടെ സ്വന്തം ജേണക്സിന്റെ ടീം നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻസ് ഉറപ്പ് തരാം.